പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആഗോള കത്തോലിക്ക സഭ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ തൊഴിൽ മേഖലകളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാം. പരിശുദ്ധ അമ്മ തൻ്റെ മാതൃസഹജമായ സ്നേഹത്താൽ നമ്മെ ഓരോരുത്തരെയും പരിരക്ഷിക്കുകയും നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് തൻ്റെ പുത്രൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ യാചനകളും പരിശുദ്ധ അമ്മ സമർപ്പിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരെയും ഈ ദിവസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് നിർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനോടുള്ള ഭക്തി ആദിമ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. ആദിമ ക്രൈസ്തവ സഭയുടെ അനുഭവമാണ് അവരുടെ കൂടെയുള്ള പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും. പിന്നീട് പല വിശുദ്ധന്മാരും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെക്കുറിച്ചും അവർക്ക് ലഭിച്ച ദർശനങ്ങളെക്കുറിച്ചുമെല്ലാം സഭയെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ പ്രത്യേകമാം വിധം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ആരംഭിക്കുന്നത് മധ്യകാലഘട്ടത്തിലാണ്. അതിന് കാരണം ആ ഒരു കാലഘട്ടം ഇരുണ്ട കാലഘട്ടം എന്നുകൂടി ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. വളരെയധികം തിന്മകൾ പെരുകിയ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയം സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതീകമായി ആ കാലഘട്ടത്തിലെ പുണ്യാത്മാക്കൾ കാണുകയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള വണക്കം അവർ തങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ 12-ാം പിയൂസിൻ്റെ കാലത്താണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള തിരുനാളിന് ആരംഭം കുറിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് സഭയെ മുഴുവനും ലോകത്തെ മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് 12-ാം പിയൂസ് പാപ്പ സമർപ്പിച്ചു. പരിശുദ്ധ വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണം ലോകത്തിൽ ലഭിച്ചാൽ ഈ ലോകത്ത് ദുഷ്ടാരൂപികൾ പ്രബലപ്പെടില്ല എന്നത് 12-ാം പിയൂസ് പാപ്പയുടെ വിശ്വാസമായിരുന്നു. എന്നാൽ പോൾ 6-ാമൻ പാപ്പയുടെ കാലത്താണ് ഈ തിരുനാൾ വലിയ ജനകീയമായി തീർന്നത്. 1969 പോൾ 6-ാമൻ പാപ്പ ഇങ്ങനെ സഭയെ പഠിപ്പിച്ചു: ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് ശേഷം വരുന്ന ശനിയാഴ്ച ഏറ്റവും വലിയ പ്രത്യേകതയോടുകൂടി
ഈ തിരുനാൾ ആഘോഷിക്കണമെന്ന് പോൾ ആറാമൻ പാപ്പ സഭയെ പഠിപ്പിച്ചു. ആ കാലഘട്ടം മുതൽ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ ഭക്തിയോടുള്ള ആ വണക്കത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ മുൻപിൽ പ്രകടമാകുന്നത്. ദൈവത്തിനോടുള്ള തുറവി, ദൈവഭക്തിയിലുള്ള ആഴപ്പെടൽ, ദൈവത്തിനോടുള്ള കീഴ്പ്പെടൽ, ഇതാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാളിലൂടെ ഒരു വിശ്വാസി പഠിക്കേണ്ടത്. യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയിൽ രണ്ട് ഹൃദയങ്ങളെക്കുറിച്ച് നാം പഠിക്കുകയും ധ്യാനിക്കുകയും വേണം. ഒന്ന് ഈശോയുടെ തിരുഹൃദയമാണ്. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്, ലോകത്തിൻ്റെ രക്ഷകനാണ്. അപ്പോൾ ഈശോയുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയമാണ്. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും രണ്ടും രണ്ടാണ്. ഈശോയുടെ തിരുഹൃദയത്തിന് കൊടുക്കുന്ന ആരാധനയല്ല പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് കൊടുക്കുന്ന വണക്കം. ഇത് രണ്ടും വ്യത്യസ്തമാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ ഹൃദയം മനുഷ്യഹൃദയമാണ്, ഈശോയുടെ ഹൃദയം ദൈവീകമാണ്. ഈശോയുടെ തിരുഹൃദയത്തിലൂടെ എന്ത് ദൈവശാസ്ത്രമാണ് നാം പഠിക്കുന്നത്? ഈശോയുടെ തിരുഹൃദയം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് മനുഷ്യരോടുള്ള അലിവുള്ള സ്നേഹമാണ് ആ തിരുഹൃദയത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കിട്ടുന്നത്. പാപികളോടുള്ള സ്നേഹം, രോഗികളോടുള്ള സ്നേഹം, വഴിപിഴച്ചുപോയ ജനത്തെ തിരിച്ചു പിടിക്കുവാനുള്ള സ്നേഹം, വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ കണ്ടെത്തുന്ന സ്നേഹം, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന സ്നേഹം, സാത്താനെ ബഹിഷ്കരിക്കുന്ന സ്നേഹം, ഇതാണ് ഈശോയുടെ തിരുഹൃദയത്തിലൂടെ നാം പഠിക്കുന്നതും ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠയിലൂടെ നമ്മുടെ കുടുംബങ്ങൾ നേടുന്ന ദൈവീക കൃപ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ വണക്കത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അധികമാണ്. എന്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമ്മെ പഠിപ്പിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഒരു മനുഷ്യ വ്യക്തിയുടെ, എന്നെയും നിങ്ങളെയും പോലെ ഈ ലോകത്ത് ജനിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ, ഒരമ്മയുടെ ഒരു വലിയൊരു മാതൃഹൃദയം, അത് നമ്മെ പഠിപ്പിക്കുന്നത് ആ ഹൃദയത്തിന് പിതാവായ ദൈവത്തോടുള്ള സ്നേഹം, പുത്രനായ ദൈവത്തോടുള്ള സ്നേഹം, പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹം, യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടുള്ള സ്നേഹമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമുക്ക് പഠിക്കാനായി സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം യഥാർത്ഥത്തിൽ ദൈവീക രഹസ്യങ്ങൾ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചതിൻ്റെ ഒരു വലിയ അടയാളമാണ്.
ദൈവിക രഹസ്യങ്ങളെല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വെളിപാടിന് മുൻപിൽ, ദൈവത്തിൻ്റെ വെളിപാടുകൾക്ക് മുൻപിൽ അവൾ കീഴ്പ്പെട്ടു. ചോദ്യങ്ങൾ ചോദിച്ചില്ല. ഗബ്രിയേൽ മാലാഖ അവളോട് പറഞ്ഞു, ആവേ മരിയ, പിയേന ദി ഗ്രാസിയ, ഇൽ സിഞ്ഞോറെ കൊണ്ടേ, പരിശുദ്ധ മറിയമേ, നിനക്ക് സ്വസ്തി, സ്ത്രീകളിൽ നീ അനുഗ്രഹീത, ദൈവം നിന്നോടുകൂടെ, പരിശുദ്ധാത്മാവ് നിന്നിൽ വന്ന് നിറയുകയും നീ ഒരു ശിശുവിന് ജന്മം കൊടുക്കുകയും ചെയ്യും. ആ ശിശുവിന് യേശു എന്ന് പേരിടണം. ഇതിനവൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചില്ല. അവൾ പറഞ്ഞു ആമേൻ. ആ ദൈവിക രഹസ്യങ്ങൾ അവൾ അവളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു. വചനം പറയുന്നുണ്ട്, യേശു ജ്ഞാനത്തിലും വിവേകത്തിലും വളർന്നുവെന്ന്. എന്നാൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും, അവൾ വിശ്വാസത്തിലും ദൈവവചനം സ്വീകരിക്കുന്നതിലും അവൾ വളർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവിക രഹസ്യങ്ങളും ദൈവിക വെളിപാടുകളും എളിമയോടെ, തുറവിയോടെ, വിശുദ്ധിയോടെ ഹൃദയത്തിൽ സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ വിമല ഹൃദയം. ആട്ടിടയന്മാർ ഉണ്ണിയേശുവിനെ സന്ദർശിച്ചത്, പൂജരാജാക്കന്മാർ ഉണ്ണിയേശുവിനെ സന്ദർശിച്ച് സമ്മാനങ്ങൾ കൊടുത്തത്, മാലാഖമാർ സ്വർഗത്തിലിരുന്ന് ആലപിച്ചത്, ശിമയോൻ എന്ന ദൈവപുരുഷൻ അരുളി ചെയ്ത വെളിപാടുകൾ, ഇവയെല്ലാം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുൻപിൽ സ്വയം സമർപ്പിച്ച ഒരമ്മയാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, ഇത് ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിലെ യേശുക്രിസ്തുവിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്ന സംഭവത്തോടെയാണ്. മോശയുടെ നിയമമനുസരിച്ച് കടിഞ്ഞൂൽ പുത്രന്മാരെ ദൈവത്തിന് സമർപ്പിക്കണമെന്നതാണ് ഇസ്രായേൽ ജനത്തിന് ലഭിച്ചിരിക്കുന്ന നിയമം. ആയതിനാൽ പരിശുദ്ധ മറിയം തനിക്ക് ലഭിച്ച ആ കുഞ്ഞിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു ദൈവശാസ്ത്രം അവിടെ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. ഇതേ കാലഘട്ടത്തിൽ ശിമയോൻ എന്ന ദൈവപുരുഷൻ, വൃദ്ധനായ ആ ദൈവപുരുഷൻ, വചനം പറയുന്നത് അദ്ദേഹം ജ്ഞാനമുള്ളവനായിരുന്നു, അറിവുള്ളവനായിരുന്നു. ഈ വ്യക്തിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു, ഈ ലോകത്തെ രക്ഷിക്കാൻ, ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടുപോയ മഹത്വം പുനഃസ്ഥാപിക്കാൻ ഇതാ രക്ഷകൻ വരും. ആ രക്ഷകനെ കാണാതെ ഈ ലോകത്ത് നിന്ന് പോകില്ല എന്ന് ശിമയോന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പോൾ ലോകത്തെ രക്ഷിക്കാൻ, ലോകം കാത്തിരിക്കുന്ന അടയാളത്തെ കാണാൻ പ്രാർത്ഥിച്ച് ജപിച്ചു കൊണ്ടിരിക്കുന്ന ജ്ഞാനമുള്ള ശിമയോൻ, പരിശുദ്ധ മറിയം തൻ്റെ ശിശുവിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കാൻ വന്നപ്പോൾ
പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി ശിമയോൻ ദേവാലയത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. മറിയത്തിൻ്റെ കൈകളിലിരിക്കുന്ന ആ കുഞ്ഞിനെ താൻ അന്വേഷിച്ച ലോകരക്ഷകനായ ദിവ്യ പൈതലാണ് ആ കുഞ്ഞ് എന്ന് ശിമയോൻ കണ്ടെത്തുകയാണ്. ഓടിച്ചെന്ന ആ കുഞ്ഞിനെ കൈകളിൽ എടുത്ത് തൻ്റെ മാറോട് ചേർത്ത് ദൈവത്തിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ ദൈവമേ, ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ. അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. ആ ശിമയോൻ പിന്നീട് മറിയത്തിനോട് പറഞ്ഞു: നിൻ്റെ ഈ കുഞ്ഞ് ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. പല വിവാദ വിഷയങ്ങളുടെയും അടയാളമായിരിക്കും ഈ കുഞ്ഞ്. തുടർന്ന് ശിമയോൻ വലിയ ഒരു പ്രവചനം നടത്തുകയാണ്. പരിശുദ്ധ മറിയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ദൈവവചനം എന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ തുളച്ചു കയറിയത് ദൈവത്തിൻ്റെ വചനമാണ്. ആ തുളച്ചു കയറൽ പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുന്നത് പരിശുദ്ധ മറിയം ഗാഗുൽത്താ മലയിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴാണ്. കുരിശിൽ തൂങ്ങിക്കിടന്ന് പീഡകളേറ്റ് മരണം ഏറ്റെടുക്കാൻ പോകുന്ന കുഞ്ഞ് തൻ്റെ ഏകപുത്രൻ്റെ നെഞ്ചിൽ പട്ടാളക്കാരൻ കുന്തം കൊണ്ട് കുത്തി ആ മാറ് പിളർന്നപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയായിരുന്നു. ദൈവവചനത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക രഹസ്യങ്ങളുടെ ആ ഇരുതല വാള് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ അത് പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ അമ്മയുടെ പിളർക്കപ്പെട്ട മാതൃഹൃദയം പെന്തക്കോസ്തയുടെ നിമിഷം മുതൽ യേശുവിൻ്റെ ശിഷ്യന്മാരോടൊപ്പം അനുഗമിക്കുകയാണ്. അമ്മേ എന്ന് ചേർത്ത് പിടിക്കുവാനും, നിനക്ക് വേദനിക്കുമ്പോൾ, നീ അസ്വസ്ഥമാകുമ്പോൾ അമ്മേ എന്ന് വിളിക്കുമ്പോൾ ആശ്വാസമായി വരാൻ ആ അമ്മ നിൻ്റെ അടുത്തേക്ക് വരും. ഒരു പക്ഷേ നിനക്ക് വേണ്ടെങ്കിൽ പോലും നിൻ്റെ അമ്മ നിന്നെ അനുധാവനം ചെയ്യും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ അമ്മയെ അനുധാവനം ചെയ്യാൻ നീ അവളെ അനുവദിക്കുക. നിനക്ക് വേണ്ടെങ്കിലും പരിശുദ്ധ അമ്മ നിന്നെ അനുഗമിക്കും. കാരണം നിന്നെ അനുഗമിക്കുക എന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ദൈവീക കൽപ്പനയാണ്. ദൈവകൽപ്പനയ്ക്ക് കീഴ്പ്പെടുന്നത് നന്മയാണ്. ദൈവകൽപ്പനകളെ നിഷേധിക്കുന്നത് തിന്മയാണ്. കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് താൻ സ്നേഹിച്ച ശിഷ്യനെ നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് ഈശോ പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്.
മാനവകുലത്തെ മുഴുവൻ മക്കളായി പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തതിൻ്റെ പ്രതീകമാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത കൽപ്പന. അത് സ്വർഗത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പനയെ ശിരസ വഹിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇന്നോളം സഭാ മക്കളുടെ ഏതാവശ്യങ്ങളിലും മാതാവ് അനുധാവനം ചെയ്യുകയാണ്. ജനം വിശ്വാസത്തിൽ നിന്ന് ദൂരെ പോകുന്നുവെന്ന് കണ്ടപ്പോൾ ലൂർദിൽ, ഫാത്തിമയിൽ, ഗുഡാലുപ്പയിൽ ആവശ്യനേരങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ ആ വിമല ഹൃദയം ലോകത്തിനു വേണ്ടി തുറക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം പല വിശുദ്ധരുടെയും വലിയ അനുഭവമാണ്. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട്, പ്രത്യേകിച്ച് വിമല ഹൃദയത്തോടുള്ള ഭക്തി നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വെടിയേറ്റപ്പോൾ ആ വെടിയുണ്ടയുമായി ഫാത്തിമയിൽ പരിശുദ്ധ അമ്മയുടെ ആ കിരീടത്തിൽ ആ വെടിയുണ്ട ജോൺ ബോൾ രണ്ടാമൻ പാപ്പ സമർപ്പിച്ചത്. ഈ ഒരു ഭക്തി ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ ചെറുപ്പകാലം മുതൽ തന്നെയാണ്. 9ാമത്തെ വയസ്സിൽ തൻ്റെ അമ്മ മരിച്ചപ്പോൾ തൻ്റെ അപ്പൻ ആയിരുന്നു പിന്നീട് എല്ലാം. പ്രത്യേകിച്ച് മാതൃഭക്തി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അപ്പനാണ്. ഒരു ജപമാലയിൽ രണ്ടുപേരും കരങ്ങൾ പിടിച്ചുകൊണ്ട് ജപമാല അർപ്പിച്ച് വളർന്നതാണ് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ. ആ പിതാവ് ലോലക്കെന്ന ആ കുഞ്ഞിനെ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കുഞ്ഞിനോട് പറയും, കുഞ്ഞേ, ഇനി മുതൽ അതാണ് നിൻ്റെ അമ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സ്വർഗത്തിൽ ഒരമ്മയുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ഒരമ്മയുണ്ട്. ആ അമ്മയുടെ വിമല ഹൃദയം നമുക്കായി കാണിച്ചു തരുന്നത് അത്രമാത്രം അവൾ നമ്മെ സ്നേഹിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ വെറുപ്പും പകയും സ്നേഹരാഹിത്യവുമാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമ്മെ പ്രതിഷ്ഠിക്കുന്നത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള കറകളഞ്ഞ സ്നേഹമാണ്, വിശുദ്ധിയാണ്, പരിശുദ്ധാത്മാവിനോടുള്ള തുറവിയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളുടെ മുൻപിൽ തന്നെ തന്നെ വിട്ടുകൊടുത്തതിൻ്റെ പ്രതീകമാണ്. ആയതിനാൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധിയുള്ളതായി തീരണം. എല്ലാ കളങ്കങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണം. എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കണം, അതേപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണം. സഹനങ്ങൾ ഏറ്റെടുക്കുന്നൊരു ഹൃദയം, പ്രാർത്ഥിക്കുന്നൊരു ഹൃദയം, ദൈവതിരുമനസ്സിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നൊരു ഹൃദയം, ഇതൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെല്ലാം, നമ്മുടെ കുടുംബങ്ങളെല്ലാം, നമ്മുടെ ഇടവകകളെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ, സകല ജാതി മനുഷ്യരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാം. ഈ ലോകത്ത് യുദ്ധങ്ങളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, ഭിന്നതകളിൽ നിന്നും, വർഗീയതകളിൽ നിന്നെല്ലാം നമ്മുടെ നാടിനെയും ഈ ലോകത്തെയും രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.